ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പുതിയ പെയർ ബ്ലൂ യെല്ലോ ഷെയ്ഡഡ് കുണൂറിനെ വാങ്ങാൻ പോവാണ്. അപ്പോൾ അതിനെ വാങ്ങിയിട്ട് നമ്മുടെ കേജിലേക്ക് മാറ്റുന്നതായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുനൂസിനെ എടുത്ത് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ അവർ തന്ന ഒരു ചെറിയ കേജിന്ന് നമ്മൾ നമ്മുടെ ചൈനീസ് കേജിലേക്ക് ഈ ബ്ലൂ യെല്ലോ ഷെയ്ഡഡ് കുനൂസിനെ മാറ്റിയിട്ടുണ്ട്. ഇതൊരു ബ്രീഡിംഗ് പെയർ ആണ്. ബ്ലൂ യെല്ലോ ഷെയ്ഡഡ് കുനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ്. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ബ്ലൂ ചീക്ക് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചീക്കിൻ്റെ മുകളിൽ ഒരു ബ്ലൂയിഷ് കളർ രണ്ടുപേരുടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫെദേഴ്സ് ഫുള്ള് ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ്, ഒരു ഗ്രീനിഷ്, ചിലപ്പോൾ വീഡിയോയിൽ ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് കാണെങ്കിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് നമുക്ക് ഈ പെയർസിന് വരുന്നത്. ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ള ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്തിട്ടുള്ള ഒരു പെയറാണ് ഈ ചീക്ക്, ബ്ലൂ ചീക്ക്. നമ്മളിതിന് ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കണേ. ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ട്രിവാൻഡ്രത്തിന് AS ഏവിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിൽ നിന്നുള്ള അനീഷേട്ടനാണ് നമുക്ക് ഇവരെ അയച്ചേക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ കേജിൽ ക്രിംസൺ ബെല്ലിന് ഇടാമെന്നാണ് നമ്മൾ മുന്നേ തീരുമാനിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ക്രിംസൺ ബെല്ലിയുടെ കോസ്റ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ ചീക്കിനെ മേടിച്ചു. പിന്നെ എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പെയറിന് എടുത്തത്. അപ്പോൾ ഇത് രണ്ടും ക്ലോസ്ഡ് റിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് DNA അവൈലബിൾ ആയിട്ടുള്ള ഒരു പെയറാണ്. ഈ മെയിലും ഫീമെയിലിൻ്റെയും DNA കാർഡ് ഉണ്ട്. ഇത് ഫെദർ എടുത്തിട്ടാണ് അവർ DNA എടുക്കണത്. അപ്പോൾ കൊനൂർസിൻ്റെ ഫെദർഡ് എടുത്തിട്ട് അവരത് DNAക്ക് അയച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു പെയറാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ കാർഡിൽ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവരുടെ ഈ കേജ് എങ്ങനെ സെറ്റപ്പ് ചെയ്യും, അതുപോലെ ബ്രീഡിങ് സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ കേജിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ്, ഒരു കൊണൂർ ബേർഡിനെ വളർത്തുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണം, കഴിഞ്ഞ വീഡിയോ നമ്മുടെ കണ്ടിട്ട് നമ്മുടെ കേജ് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ കേജിൽ എന്തൊക്കെ വെക്കണം, കൊനൂർ എങ്ങനെയൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊനൂർ കേജിൽ നമുക്ക് എന്തൊക്കെ വെക്കണം എന്നുള്ളത് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് കൊണൂർസിന് പറ്റുന്ന ഒരു ഫീഡറാണ്. ഇത് ഏകദേശം 2 ദിവസത്തെ ഫുഡ് നമുക്കിതിൽ വെക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു ദിവസത്തെ ഫുഡാണ് ഇതിൽ ഡെയിലി ഫുഡ് മാറ്റുകയാണ്. കൊണൂർ മിക്സ് ആണ്, കോക്ടെയിൽ മിക്സ്, കൊണൂർ മിക്സ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള മിക്സ് ഓഫ് സീഡ്സ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഈ കാണുന്ന ഈ ഇതിലെ പോലെ നമ്മളിവിടെ ഹാങ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ടും ഒരു പാത്രം, അങ്ങനെ 2 പാത്രം നമ്മൾ സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ കേജിൽ സെറ്റപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചില ടോയ്സ്, ഇതൊരു പേർച്ച് സ്റ്റിക്കിൻ്റെ ഒരു മോഡലുള്ള ഒരു ചെറിയ ഊഞ്ഞാലാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ പോയപ്പോൾ ഇത് മേടിച്ചാണ്. ഏകദേശം 150 രൂപയാണ് നമുക്ക് ഈ പേർച്ച് സ്റ്റിക്കിന് വരുന്നത്. ഇവിടെ ഇത് കണക്ട് ചെയ്യാനുള്ള കമ്പിയും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കേജിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അതിൽ ഊഞ്ഞാലാടും. അതുപോലെ തന്നെ ഇതൊരു കോണിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊണൂർ, മക്കാവോ അങ്ങനെ കുറച്ചും കൂടി വലിയ ബേർഡ്സിന് ഉപയോഗിക്കുന്ന ഒരു കോണിയാണ്. പക്ഷെ കൊനൂർസിനും ധൈര്യമായിട്ട് ഇതിൽ കയറി നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഇതിനും ഏകദേശം ഒരു 150 രൂപ തന്നെയാണ് വില. നല്ലൊരു വുഡ് മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കണത്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ കേജിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു, ഞാൻ ചാവക്കാട് കടലിൽ പോയപ്പോൾ എനിക്കൊരു വുഡൻ പീസ് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ കേജിൽ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മുകളിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ കളഞ്ഞ് പല പ്രാവശ്യം വാഷ് ചെയ്ത് ഒരു 2-3 ആഴ്ച എടുത്ത് വെച്ച് ഡ്രൈ ആവാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വുഡൻ പീസാണ്. ഇത് ഈ കേജിൽ വെച്ച് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളതിനൊന്ന് കാണിച്ചു മാത്രം. അതുപോലെ ഇത് നമ്മുടെ കാൽഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഗ്രാമിന് 30 രൂപ 40 രൂപയുള്ളൂ. ഇതിനെ കടൽനാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാൽഷ്യം, ബേർഡ്സിന് കാൽഷ്യം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്.
അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട് ബ്രീഡിങ് പർപ്പസിന്. അവർക്ക് അത്യാവശ്യം കാൽഷ്യം ആവശ്യമായതുകൊണ്ട് നമ്മൾ ഈ സാധനം ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ക്ലിപ്പാണ്, ഇതിങ്ങനെ കേജിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ്. ഇതിനൊരു 30 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ, എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കേജിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേർഡ്സ് ഇത് നന്നായിട്ട് ബൈറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് കാൽഷ്യത്തിൻ്റെ എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ഇതോടുകൂടി സോർട്ട് ആവും. പക്ഷെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പുതിയ കേജിൽ വെക്കാനുള്ള സാധനങ്ങൾ മേടിച്ചേക്കണേ. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരു 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഒരു ഫീഡിങ് സെറ്റപ്പാണ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫീഡിങ് സെറ്റപ്പിലുള്ളൊരു കണ്ടെയ്നർ, അല്ലെങ്കിൽ എന്താ പറയുക, ഹാങ് ചെയ്യാനുള്ളൊരു ഫീഡറാണ് ഇത്. ഇതൊരു 2-3 ദിവസത്തെ ഭക്ഷണം നമുക്കിതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോവാണ്, ഇപ്പോൾ ഓണാണ്, അപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ നമ്മൾ പുറത്ത് പോകണം, അങ്ങനെ 3 ദിവസം നമുക്ക് കിളിയെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫീഡറിൽ വെച്ച് കൊടുത്ത ഒരു 3 ദിവസത്തെ ഫുഡ് ഇതിലിരിക്കും. ഇത് സിമ്പിളായിട്ട് കിളികൾ വന്നിട്ട് എടുത്ത് അവർ കഴിച്ചോളും. അതുപോലെ തന്നെ ഇത് വെള്ളം വെക്കാനുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ നമുക്കൊരു 3 ദിവസത്തെ ഫുഡൊക്കെ സിമ്പിളായിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു കേജ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ, ഇവർക്ക് വെള്ളത്തിൽ കുളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചൊരു വലിയ കണ്ടെയ്നറിൽ ഇവർക്ക് കുളിക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കണം. അവരുടെ ഫെദറൊക്കെ ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിത് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിയുന്നതും വെള്ളം വെച്ച് കൊടുക്കുന്ന കണ്ടെയ്നറിലാണ് ചിലപ്പോൾ അവർ ചെയ്യുക. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ടൊരു ഇത് വെച്ച് കൊടുത്തിരിക്കുകയാണ് കിളികൾക്ക്, എന്താ പറയുക, വെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഈ കേജ് സെറ്റപ്പ് അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സിൻ്റെ സെറ്റപ്പ് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കൊണൂർ എങ്ങനെയാണ് നമ്മുടെ ബ്ലൂ ചീക്ക് കൊണൂറിനോട് റിയാക്ട് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എന്താണ് അവരുടെ റിയാക്ഷൻ നോക്കാം. നമ്മൾ ഏകദേശം ഒരു 4 മാസം മുന്നെയാണ് നമ്മൾ പൈനാപ്പിൾ കൊണൂറിൻ്റെ ഒരു സെമി അഡൽട്ട് പെയറിനെ, ഒരു 7 മാസത്തോളം പ്രായമുള്ള ഒരു പെയറിനെ എടുത്തത്. നമുക്ക് ഏകദേശം 3500 രൂപയാണ് അവർക്ക് കോസ്റ്റ് വന്നത്. ഇപ്പോൾ ബ്ലൂ യെല്ലോ ചീക്ക് കൊണൂറിന് നമുക്കൊരു 1.5 വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പെയറിന് നമുക്ക് കോസ്റ്റ് വന്നത് 5000 രൂപയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റിയാക്ഷൻ, എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 പേരുടെയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ഇവർ അഗ്രസീവ് ആവോ, ഇവരെന്താണ് അവരുടെ ഒരു റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇത് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇതിപ്പോൾ മെയിൽ സിനമൺ കൊനൂറാണ് നമ്മുടെ അഗ്രസീവായിട്ടൊന്ന് അതിൻ്റെ അടുത്ത് വന്നേക്കണേ. മെയിൽ സിനമണും അതുപോലെ തന്നെ ബ്ലൂ ചീക്കിലെ മെയിലും തമ്മിലാണ് അവിടെ ഒരു ചെറിയ എന്തോ ഒരു സംഭവം അവർ തമ്മിൽ ജസ്റ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈറ്റിംഗ് ഉണ്ട്. കുറച്ചൊരു അഗ്രസീവാണ് 2 കൂട്ടരും. ഇത് 2 കൂട്ടരും മെയിലാണ്. അപ്പം നമ്മൾ നമ്മുടെ കേജ് ഫുള്ളായിട്ട്, സെക്കൻഡ് കേജ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഫീഡർ, അതുപോലെ വുഡൻ സ്റ്റിക്ക്, അതുപോലെ തന്നെ ഊഞ്ഞാൽ എല്ലാം വെച്ച് കഴിഞ്ഞു. നമ്മുടെ കോണി അതിൽ വെച്ച് കഴിഞ്ഞാൽ ഓവർ ക്രൗഡഡ് ആണെന്ന് തോന്നിയ കാരണം നമ്മൾ കോണി അതിൽ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബേർഡ്സിനെ ഇനിയിപ്പോൾ ഈ പുതിയ കേജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ചൈനീസ് കേജിൽ നിന്ന് അവരെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇവിടെ നമ്മളിത് അവർ കടിച്ച് പറിക്കാൻ അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നൊരു സ്വഭാവം കൊണൂർസിനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബ്രെഡിൻ്റെ അടയ്ക്കുന്നൊരു കമ്പി വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട്, ടേംഡ് അല്ലാത്ത കാരണം നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് ഇടണില്ല. ഞാൻ ജസ്റ്റ് കേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വിട്ട് നോക്കട്ടെ. നമ്മൾ മെയിൻ കേജ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അത് നോക്കാം.
ചൈനീസ് കേജ് പിടിച്ച് തരാൻ പുതിയ കൂട്ടിലേക്ക് രണ്ടുപേരും കയറിയിട്ടുണ്ട്. കുറേ നേരം അവർ കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഇപ്പം നമ്മൾ അവരെ കൂട്ടിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്കും ഈ പുതിയ അറ്റ്മോസ്ഫിയറായിട്ട് അവരൊന്ന് സെറ്റായിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള കേജിൻ്റെ സെറ്റപ്പ്. ഏറ്റവും മേലെ പൈനാപ്പിൾ കോണൂർ, ഇപ്പോൾ നമ്മൾ താഴെ ബ്ലൂ ചീക്ക് യെല്ലോ സൈഡ് കോണൂർ. അപ്പോൾ രണ്ട് കോണൂർസിൻ്റെയും ഈ കേജ് സെറ്റപ്പും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു. അപ്പോൾ ആർക്കെങ്കിലും കോണൂറിനെ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ചീപ്പായിട്ട് പൈനാപ്പിൾ കോണൂറാണ്. ഏറ്റവും ഒരു 3500 ആ റേഞ്ചിൽ. ഇപ്പോൾ നമുക്ക് 3500 to 4000 ആ റേഞ്ചിൽ നമുക്കൊരു സെമി അഡൾട്ട് പെയറിന് കിട്ടും. ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഇനത്തിൽ നല്ലൊരു ബ്രീഡ് നല്ലൊരു കളർ എടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൂ ചീക്കിന് എടുക്കാം. കഴിയുന്നതും ഒന്നെങ്കിൽ നമുക്ക് ടേം ചെയ്ത ബേർഡ്സിന് എടുക്കാം, അല്ലെങ്കിൽ ഒരു സെമി അഡൾട്ട് ഒരു 7 മാസം 6 മാസം ആ റേഞ്ചിൽ പ്രായമായിട്ടുള്ള കോണൂർ ബേർഡ്സിനെ എടുത്ത് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളായിട്ടൊരു ഇണക്കവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബേർഡ്സിൻ്റെ വിശേഷങ്ങൾ ഇനിയും തുടർന്നുള്ള വീഡിയോസിൽ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്